ഹൈക്കോടതിയിലെ ഓണറബിൾ ജസ്റ്റിസ് DC രാഘവന്റെ വിധിന്യായം ഇപ്രകാരം പറയുന്നു. ജഡ്ജ്മെന്റ് 1967 KLT 105 that Srikumara Gurudevan is an avatar of God and his mission was an attempt to establish a causeless creed for the depressed and socially disabled communities. അതാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. പൊയ്കൽ ശ്രീകുമാര ഗുരുദേവൻ ആരാണ്? ഈശ്വര അവതാരമാണെന്ന് ഈ രാജ്യത്തെ നീതിപീഠം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പൊയ്ക ആരായിരിക്കുന്നു? അവതാരമായിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പൊയ്ക സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പട്ടികയിലല്ല. അവതാരങ്ങളാണ് മതം സ്ഥാപിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൊയ്ക 2 പ്രഖ്യാപനങ്ങൾ നടത്തി. എന്താണ് ചരിത്ര പ്രഖ്യാപനം? ഒന്ന്, പൊയ്കയുടെ ചരിത്ര പ്രഖ്യാപനം, അതായത് 1924 വരെ ലോകം വിശ്വസിച്ചത്, ഈ ഭാരത മക്കൾ വിശ്വസിച്ചത് ആര്യ സംസ്കാരമാണ് ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മഹത്തേറിയ സംസ്കാരവും കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ആ സംസ്കാരമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് 24 വരെ ലോകം വിശ്വസിച്ചത്, ലോകം അംഗീകരിച്ചത്. അതിനും 15 വർഷങ്ങൾക്ക് മുൻപില് 1909 ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ കൊളത്തൂർ കുന്നിൽ നിന്നുകൊണ്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കൽ ശ്രീകുമാര ഗുരുദേവൻ ലോകത്തോട് പറഞ്ഞു, ഈ ഭാരതത്തിന്റെ സംസ്കാരം ആര്യ സംസ്കാരമല്ല, ആദിദ്രാവിഡ സംസ്കാരമാണ്. ലോകത്തിലെ ചരിത്രകാരന്മാർക്കിടയിൽ ചലനമുണ്ടാക്കിയ പ്രഖ്യാപനമായിരുന്നു അത്. ഇന്ന് മാർക്സമാരത്തിന്റെ വിരിമാറിൽ പ്രകമ്പനം കൊള്ളുന്നതായ, പ്രതിധ്വനിക്കുന്നതായ, പാതാള ശരീരനായ പൊയ്കൽ ശ്രീകുമാര ഗുരുദേവന്റെ ശബ്ദം ഈ ഭാരതത്തിന്റെ സംസ്കാരം ആദിദ്രാവിഡ സംസ്കാരമാണ്. എന്തുകൊണ്ട് പൊയ്കയ്ക്ക് ഇത് കഴിഞ്ഞു എന്നുള്ളതാണ് ചിന്താവിഷയം. ഒരു കാലഘട്ടത്തിന്റെ ചിന്താവിഷയം അതാണ്. പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പൊയ്കൽ ശ്രീകുമാര ഗുരുദേവൻ ഈ സംസ്കാരത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞു? ഗവേഷണങ്ങൾ നടത്താതെ, ഉത്ഖനനങ്ങൾ നടത്താതെ, മണ്ണ് പരിശോധന നടത്താതെ, കാർബൺ 14 പരിശോധനകൾ നടത്താതെ, ഫോസിലുകൾ പരിശോധിക്കാതെ പൊയ്കയ്ക്ക് പ്രഖ്യാപനം നടത്തുവാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചിന്താവിഷയം. ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും പറയുവാൻ കഴിയുന്നത് ഒരേ ഒരാളിന് മാത്രമേ ഉള്ളൂ. സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഈ 3 കാലങ്ങളെ കുറിച്ച് അറിയാവൂ. അതുകൊണ്ട് തന്നെ പൊയ്ക ആരാണ്? പൊയ്ക ത്രികാലജ്ഞാനിയാണ്. പൊയ്കയ്ക്ക് ത്രികാലങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പൊയ്ക പറഞ്ഞത്, അവതാരമായത് കൊണ്ടാണ് പറഞ്ഞത്, ത്രികാലജ്ഞാനിയായത് കൊണ്ടാണ് പറഞ്ഞത്, ദൈവമായത് കൊണ്ടാണ് പറഞ്ഞത്. ഈ ഭാരതത്തിന്റെ സംസ്കാരം ആദിദ്രാവിഡ സംസ്കാരം എന്നാണ്.